Hello everyone, welcome to Jupod Class 8. It's me and Nafi. എല്ലാവർക്കും മക്കളെ ജൂപോഡിൻ്റെ 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നിങ്ങളുടെ ആനുവൽ എക്സാമിനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമുക്ക് പറയാൻ പറ്റിയ രണ്ട് ചാപ്റ്റേഴ്സാണ് ചാപ്റ്റർ 3 and 6. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് സാറേ, ഈ രണ്ട് ചാപ്റ്ററിന് കൂടി ഒരു 5 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം. ഈ രണ്ട് ചാപ്റ്ററിന് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം 5 മാർക്കുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ നിർബന്ധമായും ഓർത്തിരിക്കേണ്ട ചില ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊത്തം ഒരു ചെക്ക് ലിസ്റ്റ് പോലെയാണ്. ഈ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ പഠിച്ചിരുന്ന കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇതിന് ഞാൻ ചില ടോപ്പിക്കിനെ വട്ടം വരച്ച് വെക്കും കേട്ടോ. അത് ഏതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് ആണ് നിങ്ങൾ തരുന്നത്. ചാപ്റ്റർ 3യുടെയും ചാപ്റ്റർ 6ൻ്റെയും ചെക്ക് ലിസ്റ്റ് ഞാൻ തരികയാണ്. ഈ ചെക്ക് ലിസ്റ്റ് പറഞ്ഞാൽ എന്താ, ഈ നിങ്ങളാണ് ഈ ഒരു ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചോ, എന്നിട്ട് എന്ത് ചെയ്യുക ഒരു പേപ്പറിലേക്ക് എഴുതിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതൊക്കെ ടോപ്പിക്ക് പഠിച്ചില്ല എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഓക്കെ, ഇത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും ഒരു സർക്കിൾ ഇട്ട് വെക്കും. അത് എന്തായാലും പഠിക്കും ചെയ്യണം കേട്ടോ. അത് മാത്രം പഠിച്ചാൽ മൊത്തം ടോപ്പിക്ക് പഠിക്കണം, പക്ഷെ അത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ ചാപ്റ്റർ 6ഉം ചാപ്റ്റർ 3യും ക്രിസ്മസിനും ഓണത്തിനൊക്കെ നിങ്ങൾ ചോദിച്ച ചാപ്റ്റേഴ്സ് ആണ്. ഇത് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാറേ, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് 10, 11, 12, 13 ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ 6ാമത്തെ ചാപ്റ്ററായിട്ട് റിസോഴ്സ് അഥവാ വിഭവങ്ങളുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളും അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇതല്ലേ യെസ് ഏതാടാ ഫെറസ് മെറ്റൽസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്, അതായത് ഇരുമ്പിൻ്റെ അംശമുള്ള ധാതുക്കളും ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ധാതുക്കളും ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കാം. ഒരു ചെറിയ ടേബിൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് പഠിച്ചു വെക്കണേ. ഫെറസ് മെറ്റൽസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്, ഇരുമ്പിൻ്റെ അംശമുള്ള ധാതുക്കളും ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ധാതുക്കളും. പിന്നെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ കുറേ ഈ പ്ലാന്റുകളുടെ പേരുണ്ടല്ലേ, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്, ടാറ്റ ഇരുമ്പുരുക്കശാല, ആ സ്ഥലത്തിൻ്റെ പേരുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഇത് അതായത് ഒഡീഷ, നമുക്കറിയാം ഒഡീഷയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇരുമ്പുരുക്ക് വ്യവസായശാലകളുള്ളത്. അപ്പോൾ ഒഡീഷയിൽ എന്തുകൊണ്ടാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി അഥവാ ഇരുമ്പുരുക്ക് വ്യവസായശാലകളുള്ളത്, അതിനുള്ള കാരണമായ ഘടകങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം എന്താ നോക്കി വെക്കണം. കൺസർവേഷൻ ഓഫ് റിസോഴ്സ്, വിഭവ സംരക്ഷണം നോക്കി വെക്കുക. അതേപോലെ തന്നെ റിസോഴ്സ് കൺസർവേഷൻ മെത്തേഡ്സിലെ വിഭവ സംരക്ഷണ മാർഗ്ഗങ്ങൾ. ഇതിൽ ഈ ഒരു സാധനം കണ്ടോ, ഇത് അതായത് പൊല്യൂഷൻ, മലിനീകരണം ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം എക്സാമിന് ചോദിച്ചേക്കാം. പിന്നെ അതേപോലെ തന്നെ ഓൾറെഡി ക്രിസ്മസ് എക്സാമിന് ചോദിച്ചാണ് റിസോഴ്സ് ഡിപ്ലീഷൻ, റീജിയണൽ ഇനീക്വാളിറ്റി, മൈഗ്രേഷൻ, അർബനൈസേഷൻ, വിഭവശോഷണം, പ്രാദേശിക അസമത്വം, മൈഗ്രേഷൻ അഥവാ കുടിയേറ്റം, അർബനൈസേഷൻ, നഗരവൽക്കരണം. ഇത്രയും ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ്. ഇതിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു എന്നുള്ള കാര്യം വേണമെന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ. ഈ ഞാൻ വട്ടട്ട സാധനങ്ങൾ, അതാണ് ഈ ചാപ്റ്ററിൽ എന്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമ്മൾ 3rd ചാപ്റ്ററിലേക്ക് വരുമ്പോൾ റൊട്ടേഷൻ ഓഫ് ഇല്ലേ, നമ്മുടെ അറിയാം എർത്തിൻ്റെ റൊട്ടേഷൻ റെവല്യൂഷൻ, ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഭ്രമണത്തെക്കുറിച്ച് എക്സാമിൽ ചോദിക്കും. കൊറിയോലിസ് ഫോഴ്സ്, അതേപോലെ പിന്നെ കൊറിയോലിസ് ബലം, അതേപോലെ റെവല്യൂഷൻ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ പരിക്രമണം. ഇതിൽ ഈ കൊറിയോലിസ് ഫോഴ്സ് കേട്ടോ, കൊറിയോലിസ് ബലം നിങ്ങൾ എന്ത് ചെയ്യണം നന്നായി നോക്കി വെക്കണം. പിന്നെ ഈ ഇക്വിനോക്സ്, സമ്മർ ആൻഡ് വിന്റർ സോൾസ്റ്റേഴ്സിൽ, അതായത് ഗ്രീഷ്മ അയനാദിനം, ശൈത്യ അയനാദിനം, അതേപോലെ തന്നെ വിഷുവങ്ങൾ, ഇത് 3 നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് നോക്കി വെച്ചോ. പിന്നെ സീസൺസ്, ഋതുക്കൾ എന്ത് ചെയ്യണം അല്ലേ, വിന്റർ, സമ്മർ, ഓട്ടം ആൻഡ് സ്പ്രിംഗ്. ശൈത്യകാലമുണ്ട്, വസന്തകാലമുണ്ട്, ഹേമന്തകാലമുണ്ട്, വേനൽക്കാലമുണ്ട്, ശരത്കാലമുണ്ട്, വേനൽക്കാലമുണ്ട്. ഈ 4 കാലങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തു വെക്കുക. പിന്നെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ നിങ്ങൾ പഠിക്കണം. ഗ്രീനിച്ച് ടൈം, ഗ്രീനിച്ച് സമയം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക നോക്കി വെക്കണം. ഗ്രീനിച്ച് ടൈം മാത്രമല്ല ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയമുണ്ട്, സ്റ്റാൻഡേർഡ് ടൈം അഥവാ മാനക സമയമുണ്ട്. അപ്പോൾ ഈ സമയങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നോക്കി വെക്കുക എന്നുള്ളത് എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എക്സാമിന് എന്ത് ചെയ്തേക്കാം ചോദിച്ചേക്കാം. ഈ സമയങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളത് എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്ത് ചെയ്തേക്കാം ചോദിച്ചേക്കാം. അപ്പോൾ ഈ സമയങ്ങൾ പഠിക്കുക എന്നുള്ളത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഈ സർക്കിൾ ചെയ്ത ഭാഗങ്ങളൊക്കെ എന്ത് നോക്കി വെച്ചോ. ഇതാണ് ചാപ്റ്റർ 3ലും 6ലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന ടോപ്പിക്സ്. സർക്കിൾ ചെയ്ത കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ചെക്ക് ലിസ്റ്റ് ആണ്. ഈ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓൾറെഡി നമ്മുടെ ലൈവുകൾ ഇങ്ങനെ ചാനൽ നടക്കുന്നുണ്ട്. ലൈവുകളൊക്കെ ഒന്ന് കാണുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് സോഷ്യൽ സയൻസിന് ഒരാഴ്ചക്ക് അടുത്ത സമയമുണ്ട്. ഈ ഒരാഴ്ച നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ, അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ, സൂപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് റിസൾട്ട് വിൽ ബി യുവേഴ്സ്. നന്നായി പഠിക്കടാ, ഉഷാറായി പഠിക്കടാ. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഉഷാറാവട്ടെ, സൂപ്പറാവട്ടെ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.